വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. SSLC സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഗോത്രവർഗ കലാപങ്ങൾ. അസമത്വത്തിനെതിരായുള്ള പ്രതിരോധങ്ങളായി നടപ്പിലാക്കപ്പെട്ട ഗോത്രവർഗ കലാപങ്ങൾ. 2 മാർക്കിന് നമുക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം. ഏതൊക്കെയാണ് കലാപങ്ങൾ? ഒരു 3 ഇന്ത്യൻ കലാപങ്ങളാണ്, ഇന്ത്യൻ ഗോത്രവർഗ കലാപങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കാം. സാന്താൾ കലാപം 1855 1856. സാന്താൾ കലാപം കാരണം ഭൂവുടമകളുടെയും പണമിടപാടുകാരുടെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും ചൂഷണം, പൂർവിക ഭൂമിയിൽ നിന്നുള്ള നിർബന്ധിത കുടിയിറക്കം എന്നിവയാണ് സാന്താൾ കലാപത്തിൻ്റെ കാരണം. എവിടെയാണ് സാന്താൾ കലാപം നടക്കുന്നത്? ഇപ്പോഴത്തെ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ എന്നിവ ഉൾപ്പെടുന്ന മേഖലകൾ. പ്രധാന നേതാക്കൾ സിദ്ധു മുർമു, കൻഹു മുർമു. ഓക്കെ. രണ്ടാമത്തെ കലാപം മുണ്ട കലാപം 1899 1900. ഉൽഗുലാൻ പ്രസ്ഥാനം എന്നും അറിയപ്പെടുന്നു. കാരണങ്ങൾ: മുണ്ട ഗോത്രവിഭാഗങ്ങളുടെ മേലുള്ള ഭൂവുടമകളുടെ ചൂഷണവും അടിച്ചമർത്തലുകളും ഭൂവുടമസ്ഥയിന്മേലുള്ള ബ്രിട്ടീഷ് ഇടപെടൽ എന്നിവ മുണ്ട കലാപത്തിൻ്റെ കാരണങ്ങളാണ്. സ്ഥലം: ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള ഛോട്ടാ നാഗ്പൂർ മേഖലകൾ. ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള ഛോട്ടാ നാഗ്പൂർ മേഖലകൾ. പ്രധാന നേതാവ് ബിർസ മുണ്ട. അടുത്ത ഗോത്രവർഗ കലാപമാണ് കേരളത്തിൽ നടന്ന കുറിച്യ കുറുമ്പ കലാപം 1812. കുറിച്യ കുറുമ്പ കലാപം. കാരണങ്ങൾ എന്താണ്? അമിതമായ നികുതി, പ്രാദേശിക ഭരണത്തിൽ ബ്രിട്ടീഷ് ഇടപെടലുകൾ, പരമ്പരാഗത ഭൂമിയിൽ നിന്ന് നിർബന്ധിത കുടിയിറക്കൽ, ഭൂമി കണ്ടുകെട്ടൽ. സ്ഥലം എവിടെയാണ്? വയനാട്, കേരളം. പ്രധാന നേതാവാരാണ്? രാമൻ നമ്പി. ഓക്കെ, താങ്ക് യു.